Okay, let's do this again. Financial ratio. ഓക്കെ, എന്താണ് ഫിനാൻഷ്യൽ റേഷ്യോ? ഫിനാൻഷ്യൽ റേഷ്യോ എന്ന് പറയുന്നത് നമ്മൾ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് നോക്കുന്ന സമയത്ത് നമ്മളൊരു കമ്പനിയെ ചൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആ കമ്പനീനെ ഫണ്ടമെൻ്റൽ അനാലിസിസ് ചെയ്യും. അതായത് നമ്മൾ ആ കമ്പനിയുടെ ഒന്ന് അനാലിസ് ചെയ്യുന്നു. ആ ഒരു കമ്പനിയെ ഫണ്ടമെൻ്റൽ അനാലിസിസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ കമ്പനിയുടെ ആനുവൽ റിപ്പോർട്ട് നോക്കും. ഓരോ വർഷത്തെയും റിപ്പോർട്ട്സ് നോക്കും. ആ ആനുവൽ റിപ്പോർട്ടിൽ നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ട കാര്യമാണ് ഫിനാൻഷ്യൽ റേഷ്യോ എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ റേഷ്യോ 4 തരത്തിലാണുള്ളത്. ഫിനാൻഷ്യൽ റേഷ്യോ എന്ന് പറയുന്നത് ആ ഒരു കമ്പനിയുടെ ഓവറോൾ പെർഫോമൻസ്, ഫൈനാൻഷ്യലി ആ ഒരു കമ്പനിയുടെ ഓവറോൾ പെർഫോമൻസ് എങ്ങനെയാണ് എന്ന് നമ്മളെ സൂചിപ്പിക്കുകയും ഫിനാൻഷ്യൽ റേഷ്യോ എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ ഓവറോൾ പെർഫോമൻസ് കാണിക്കുന്ന ഒരു നമ്പറാണ്. ഫിനാൻഷ്യൽ റേഷ്യോ 4 തരത്തിലുണ്ട്. പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ്, ലെവറേജ് റേഷ്യോസ്, വാല്യൂ റേഷ്യോസ്, ഓപ്പറേറ്റിംഗ് റേഷ്യോസ്. പ്രോഫിറ്റബിലിറ്റി റേഷ്യോസിൽ ആ ഒരു കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി റേഷ്യോയിൽ ആ കമ്പനിയുടെ പ്രോഫിറ്റാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നതും പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ആണ്. ഓക്കെ, പ്രോഫിറ്റബിലിറ്റി റേഷ്യോയുടെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ അതിൽ പല സെഗ്മെൻ്റായിട്ടുണ്ട്. സോ അതിൽ ഫസ്റ്റ് സെഗ്മെൻ്റാണ് പാറ്റ് ആൻഡ് പാറ്റ് മാർജിൻ. പാറ്റ് എന്ന് പറയുന്നത് PAT, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആൻഡ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് മാർജിൻ. ഓക്കെ, സിമ്പിളായിട്ട് പറഞ്ഞു തരാണെങ്കിൽ PAT, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്നുള്ളത് ആ ഒരു വേർഡിൽ തന്നെ ഉണ്ട്. ആ ഒരു കമ്പനിയുടെ പ്രോഫിറ്റ്, ആ ഒരു ടാക്സ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു കമ്പനിയുടെ പ്രോഫിറ്റ്, അതായത് ആ കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടാവും, പക്ഷേങ്കിൽ അതിൽ ടാക്സ് ഉണ്ടാവും. ആ ടാക്സ് കഴിഞ്ഞിട്ടുള്ള പ്രോഫിറ്റാണ് PAT എന്ന് പറയുന്നത്, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. അപ്പോൾ PAT മാർജിൻ എന്താണ്? PAT മാർജിൻ എന്ന് പറയുന്നത് PAT ഡിവൈഡഡ് ബൈ റെവന്യൂ ആണ്. PAT മാർജിൻ എന്ന് പറയുന്നത് PAT ഡിവൈഡഡ് ബൈ റെവന്യൂ ആണ്. ഇത് നമ്മൾ ഒരു 100 റുപ്പീസിൻ്റെ ഒരു സെയിൽ നടന്നാൽ അതിൽ എത്ര നമുക്ക് ടാക്സ് കഴിഞ്ഞിട്ടുള്ള പ്രോഫിറ്റ് നമുക്ക് എത്ര കിട്ടും എന്ന് നമ്മൾ സൂചിപ്പിക്കും. ഇത് നമുക്കൊരു ഗ്രേറ്റ് എക്സാമ്പിൾ വെച്ചിട്ട്, നല്ലൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. സോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ ഞാൻ ഒരു കഫേ തുടങ്ങി, ഞാൻ ഒരു റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ ഒരു ചായക്കടയോ തുടങ്ങി. സോ ആ കമ്പനിയിൽ നിന്ന് അല്ലെങ്കിൽ ആ കഫേയിൽ നിന്ന്, ആ ഒരു റെസ്റ്റോറൻറ്റിൽ എനിക്ക് ലഭിക്കുന്നത്, എൻ്റെ റവന്യൂ എന്ന് പറയുന്നത് ഒരു വർഷം 12 ലക്ഷമാണ്. ഒന്നുകൂടിയും, എനിക്ക് ആ ഒരു കമ്പനിയിൽ നിന്ന് ലഭിക്കുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ എനിക്ക് കമ്പനിയിൽ നിന്ന് ലഭിക്കുന്ന റവന്യൂ എന്ന് പറയുന്നത് 12 ലക്ഷമാണ് ഒരു വർഷം. അതിൽ COGS, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, അതായത് നമ്മൾ വിൽക്കുന്ന സാധനം, ഇപ്പോൾ ചായ ആണെങ്കിൽ ആ ഒരു ചായ ഉണ്ടാക്കേണ്ട ആ ഒരു കോസ്റ്റ് ഉണ്ട്, അതായത് പഞ്ചസാരക്ക് കോസ്റ്റ് ഉണ്ട്, പാലിന് കോസ്റ്റ് ഉണ്ട്, അതിൻ്റേതായ ആ ഒരു നമ്മൾ സോൾഡ് ചെയ്യുന്ന ആ ഒരു ഗുഡ്സിന്, ആ സോൾഡ് ചെയ്യുന്ന നമ്മൾ പ്രൊഡക്ട്സിനൊക്കെ ഒരു കോസ്റ്റ് ഉണ്ട്. സോ അത് ഏകദേശം 3,60,000 രൂപയാണെന്ന് വിചാരിക്കുക. ഇനി അടുത്തത് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണ്. ഈ ഒരു റെസ്റ്റോറൻറ്റ് നടത്തണമെങ്കിൽ അതിൻ്റേതായ ഓപ്പറേഷണൽ എക്സ്പെൻസസ് ഉണ്ട്. സോ ഒരു ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ന് പറയുന്നത് ഒരു 3 ലക്ഷമാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇനി ഡിപ്രീസിയേഷൻ ഒരു 50,000 ആണെന്ന് വിചാരിക്കുക. ഇൻട്രസ്റ്റ് 20,000, ടാക്സ് റേറ്റ് 25% ആണെന്ന് വിചാരിക്കുക. ഓക്കെ, സോ ഇപ്പം നമ്മളെ കയ്യിലുള്ള ഈ സാധനങ്ങൾ വെച്ചിട്ട് എങ്ങനെ നമുക്ക് PAT കണക്കാക്കാം? പാറ്റ്, അതായത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സും
പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് മാർജിനും നമുക്ക് എങ്ങനെ കണ്ടെത്താമെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിലൂടെ നമുക്ക് പോയി നോക്കാം. സോ ഫസ്റ്റത്തെ നമ്മൾ ഗ്രോസ് പ്രോഫിറ്റാണ്. അതായത് ഈ റവന്യൂ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു പണത്തിൽ ശരിക്കും നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് എത്രയാണ്, അതായത് റോ പ്രോഫിറ്റ്. അതിനായിട്ട് നമുക്ക് ഇപ്പം റവന്യൂ കിട്ടിയത് 12 ലക്ഷമായിരുന്നു. അതിൽ നിന്ന് 3,60,000 രൂപ മൈനസ് ചെയ്യുക. അതായത് റവന്യൂ മൈനസ് COGS, അതായത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അപ്പോൾ 12 ലക്ഷത്തിൽ നിന്നും 3,60,000 രൂപ നമ്മൾ മൈനസ് ചെയ്യുക. സോ 8 ലക്ഷം, അപ്പോൾ ബാക്കി 8,40,000 രൂപയുണ്ട്. ഇത് ഗ്രോസ് പ്രോഫിറ്റാണ്, നമ്മുടെ റോ പ്രോഫിറ്റാണ്. ഇനിയും കുറേ കിടക്കുന്നുണ്ട്. സോ അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് EBITDA ആണ്. EBITDA, ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ്, ടാക്സ്, ഡിപ്രിസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ. ഓക്കെ, സോ ഇത് കണക്കാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇപ്പോൾ കിട്ടിയ ഗ്രോസ് പ്രോഫിറ്റും മൈനസ് നമ്മുടെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ചെയ്യണം. അതായത് 8,40,000 രൂപയിൽ നിന്നും 3 ലക്ഷം കുറക്കുക. കിട്ടുന്നത് 5,40,000 രൂപയാണ്. ഇതിൽ നിന്നും എബിറ്റ് കണ്ടെത്തണമെങ്കിൽ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് EBITDA ആണ്. അതിൽ നിന്ന് എബിറ്റ് കണ്ടെത്തണം. എബിറ്റ് എന്ന് പറയുന്നത് EBIT, അതായത് ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ടാക്സ്. ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ടാക്സ് ആണ്. EBITDA എന്ന് പറയുന്നത് ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ടാക്സ്, ഡിപ്രിസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ. സോ എബിറ്റ് കാണാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഇപ്പോൾ കിട്ടിയൊരു സംഖ്യ, അതായത് EBITDA നമുക്ക് കിട്ടിയ 5,40,000 രൂപയിൽ നിന്നും നമ്മൾ ഡിപ്രീസിയേഷൻ കുറക്കണം. സോ 5,40,000 രൂപയിൽ നിന്നും 50,000 രൂപ കുറക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 4,09,000. സോ 4,90,000 റുപ്പീസാണ്. അതായത് 4,90,000 രൂപയും. സോ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് എബിറ്റാണ്. നമുക്ക് കിട്ടേണ്ടത് EBT, അതായത് ഏർണിങ്സ് ബിഫോർ ടാക്സ് ആണ്. സോ അതിൽ നമ്മൾ ഇൻട്രസ്റ്റ് പോക്കണം. സോ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 20,000 രൂപയാണ്. സോ 4,90,000 റുപ്പീസിൽ നിന്നും നമുക്ക് 20,000 കുറക്കാം. സോ കിട്ടുന്നത് 4,70,000 രൂപയാണ്. ഓക്കെ, സോ ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് EBT ആണ്, ഏർണിങ്സ് ബിഫോർ ടാക്സ്. ടാക്സ് അടുക്കുന്നതിന് മുമ്പുള്ള നമ്മുടെ ഏർണിങ്സ് ആണിത്. ഇനി നമ്മൾ ഇതിൽ PAT, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ ടാക്സ് ഉൾപ്പെടുത്തണം. അതിനായിട്ട് നമ്മൾ ടാക്സ് കാണാം. നമുക്കറിയാം ടാക്സ് 25% ആണ്. സോ ഇപ്പോൾ നമുക്ക് കിട്ടിയ ഈ 4,70,000 രൂപയിൽ 20 ഇൻറ്റു 4,00,000. സോ ടാക്സ് കാണാനായിട്ട് നമ്മൾ 4,70,000 രൂപ ഇൻറ്റു 0.25 ചെയ്ത് നോക്കുക. അതായത് 4,70,000 രൂപത്തിൻ്റെ ഭാഗം എന്ന് പറയും. സോ അത് വരുന്നത് 1,17,500 രൂപയാണ്. ഓക്കെ, സോ PAT നമുക്കിപ്പോൾ കിട്ടിയത് അതിൻ്റെ അടുത്തതാണ് നമ്മുടെ PAT, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. PAT, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. നമുക്ക് ടാക്സ് കഴിഞ്ഞതിന് ശേഷം, ടാക്സ് നമ്മളെ EBT, ഏർണിങ്സ് ബിഫോർ ടാക്സിൽ നിന്നും കുറച്ചതിന് ശേഷം നമുക്ക് കിട്ടുന്നതാണ് നമ്മുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്, PAT എന്ന് പറയുന്നത്. സോ PAT എന്ന് പറയുന്നത് EBTയിൽ നിന്നും ടാക്സ് കുറക്കുക എന്നുള്ളതാണ്. സോ EBT എന്ന് പറയുന്നത് 4,70,000 രൂപയിൽ നിന്നും നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് 1,17,500 രൂപ, അത് കുറക്കുക. സോ കുറച്ച് നമുക്ക് കിട്ടുന്നത് 3,52,500 രൂപ. ഇത് PAT, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണ്. ഓക്കെ, സോ ഇത്രയും മനസ്സിലാണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് കാണേണ്ടത് PAT മാർജിനാണ്. സോ PAT മാർജിൻ എന്ന് പറയുമ്പോൾ നമ്മളെ ഇപ്പോൾ കിട്ടിയ ഈ ഒരു PAT, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സും അതിനെ നമ്മൾ റവന്യൂ ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. സോ
3,52,500 രൂപ നമ്മൾ 12 ലക്ഷമായി ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അത് 100നോട് ഇൻറ്റു ചെയ്യണം, എന്നാലേ നമുക്ക് പേഴ്സൻറ്റേജ് കിട്ടൂ. സോ ഇത് ശരിക്കും എന്തിനാണ് കാണിക്കുന്നത്, PAT എന്തിനാണ് കാണിക്കുന്നത് വെച്ചാൽ, ഓക്കെ ഡിവൈഡ് ചെയ്താൽ 0.293 കിട്ടും, 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 29.3 കിട്ടും. ഇങ്ങനത്തെ ഒരു പേഴ്സൻറ്റേജ് നമുക്ക് കിട്ടി. ഓക്കെ, സോ ഈ ഒരു PAT മാർജിൻ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, നമ്മൾ 100 റുപ്പീസ് നമ്മൾ ഒരു 100 രൂപയുടെ സെയിൽ നടത്തിയാൽ, 100 രൂപയുടെ ഒരു സെയിൽ നടത്തിയാൽ അതിൽ എൻ്റെ കമ്പനിക്ക് അല്ലെങ്കിൽ എനിക്ക് കിട്ടുന്നത് 29.3 റുപ്പീസാണ്. ടാക്സൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് എനിക്ക് ലഭിക്കുന്നത് 29.3 റുപ്പീസാണ്. പേഴ്സൻറ്റേജ് നമ്മൾ കണ്ട പേഴ്സൻറ്റേജ് ആണ് ഇപ്പോഴും പറയുന്നത്. 29.3 റുപ്പീസാണ് എനിക്ക് 100 രൂപയുടെ ഒരു സെയിൽ നടത്തുമ്പോൾ കിട്ടുന്നത്. സോ PAT മാർജിനും എപ്പോഴും കൂടിയിരിക്കുന്നത് നല്ലതാണ്. PAT പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സൊക്കെ കഴിഞ്ഞിട്ടും നല്ലൊരു എമൗണ്ടാണ് എൻ്റെ കമ്പനിക്കുള്ളതെങ്കിൽ എൻ്റെ കമ്പനി വളരെയധികം നല്ലൊരു കമ്പനിയാണ്. PAT മാർജിൻ എന്ന് പറയുന്നത് അതേപോലെ തന്നെയാണ്. ഒരു 100 രൂപയുടെ സെയിൽ നടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പേഴ്സൻറ്റേജ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന പേഴ്സൻറ്റേജ് ഇത്രക്കൊരു ഹൈ പേഴ്സൻറ്റേജ് ഉണ്ടെങ്കിൽ എൻ്റെ കമ്പനിയും അത്രക്കൊരു ഹൈ പേഴ്സൻറ്റേജ് ഒരു ഗ്രോ ചെയ്യും. നല്ല സ്ട്രോങ് ആണ്, നല്ലൊരു എഫിഷ്യൻസി ഉള്ള കമ്പനിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ ഒരു PAT മാർജിനും മറ്റുള്ള കമ്പനീസ് നമ്മൾ ഇപ്പോൾ സെലക്ട് ചെയ്ത് നമ്മളൊരു കമ്പനി ഉണ്ടാകും, അനലൈസ് ചെയ്യാൻ വെച്ച കമ്പനി ഉണ്ടാകും, അതും മറ്റുള്ള കമ്പനീസിൻ്റെ PAT മാർജിൻസ് നമ്മൾ കമ്പയർ ചെയ്യാം. സോ നമുക്കറിയാൻ പറ്റും ഈ ഒരു കമ്പനി നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത് ഈ ഒരു നോക്കുന്ന ഈ ഒരു കമ്പനി മറ്റു കമ്പനീസ് ഇതേ കാറ്റഗറിയിലെ മറ്റു കമ്പനീസിൽ നിന്നും ഡിഫറെൻ്റ് ആണോ, നല്ലൊരു ഗ്രോ ചെയ്യാനുള്ള ചാൻസ് ഇതിനുണ്ടോ, ഗ്രോ ചെയ്യാനുള്ള ചാൻസ് ഈ കമ്പനിക്കുണ്ടോ, ഈ ഒരു കമ്പനി നല്ലത് തന്നെയാണോ, നമുക്കിതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ PAT മാർജിൻ വെച്ചിട്ടും നമുക്ക് ഏകദേശം മനസ്സിലാക്കാം. ഇനി അടുത്തത് EBITDA ആൻഡ് EBITDA മാർജിൻ. ഇത് വളരെ സിമ്പിളായിട്ടുള്ളതാണ്, ഞാൻ നേരത്തെ പറഞ്ഞതുമാണ്. EBITDA എന്ന് പറയുന്നത് ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ടാക്സ് ഡിപ്രിസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ, അതിൻ്റെ മാർജിനും. സോ EBITDA കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ടാക്സ് ഡിപ്രിസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ, ഇൻട്രസ്റ്റും ടാക്സും ഡിപ്രീസിയേഷൻ ഓർ ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷന് മുമ്പ് നമുക്ക് ലഭിക്കുന്ന ആ ഒരു ഏർണിങ്സ്. ഓക്കെ, സോ ഇതൊക്കെ കഴിഞ്ഞിട്ടില്ല, അതിന് മുമ്പുള്ള നമുക്ക് ബിഫോർ ഏർണിങ്സ് ബിഫോറാണ്. സോ അതിന് മുമ്പുള്ള ഏർണിങ്സാണ് ഈ EBITDA എന്ന് പറയുന്നത്. എബിഡയിലൂടെ നമ്മളിപ്പോൾ അനലൈസ് ചെയ്യുന്നൊരു കമ്പനി അല്ലെങ്കിൽ എൻ്റെ എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ എൻ്റെ ആ ഒരു റെസ്റ്റോറൻറ്റ് എൻ്റെ കോർ ഓപ്പറേഷൻസിൽ നിന്നും, അതായത് എൻ്റെ പ്രധാനമായിട്ടുള്ള ഓപ്പറേഷൻസിൽ നിന്നും എത്ര ഏർണിങ്സ് ഉണ്ടാക്കുന്നുണ്ട് എന്ന് നമ്മളെ ഇമ്പോർട്ടൻ്റ് EBITDA നമ്മൾ അനലൈസ് ചെയ്യുന്ന കമ്പനി അല്ലെങ്കിൽ എക്സാമ്പിളായിട്ട് എടുക്കണ എൻ്റെ കമ്പനിയിൽ നിന്നും എനിക്ക് കോർ ഓപ്പറേഷൻസിൽ നിന്നും എത്ര ഏർണിങ്സ് കിട്ടി എന്നാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, എബിഡയും EBITDA മാർജിനും. സോ ഒരു എക്സാമ്പിൾ കൂടി എടുക്കുകയാണെങ്കിൽ ഒരു 12 ലക്ഷം ഒരു വർഷം എന്ന് പറയുന്നത് ഒരു മാസം 1 ലക്ഷം എന്ന് വിചാരിക്കുക. ഇവിടെ EBITDA എന്ന് പറയുന്നത് 40,000 രൂപയാണ്. സോ EBITDA മാർജിൻ എന്ന് പറയുന്നത് ഇക്വേഷൻ എന്ന് പറയുന്നത് EBITDA മാർജിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് EBITDA ഡിവൈഡഡ് ബൈ റവന്യൂ ഇൻറ്റു 100 ആണ്. അതായത് EBITDA എന്ന് പറയുന്നത് 40,000 രൂപ, റവന്യൂ എന്ന് പറയുന്നത് ഒരു മാസം 1 ലക്ഷം രൂപ. സോ ഇത് ഡിവൈഡ് ചെയ്തിട്ട് അതിനെ 100 കൊണ്ട് ഇൻറ്റു ചെയ്യുക, കിട്ടുന്നത് 40 രൂപയാണ്. സോ ഞാൻ 100 രൂപയ്ക്ക് ഒരു സെയിൽ നടത്തിയാൽ എനിക്ക് ഇൻട്രസ്റ്റും ടാക്സും ഡിപ്രീസിയേഷനോ അമോർട്ടൈസേഷനും മുമ്പ് കിട്ടുന്ന ലാഭം അല്ലെങ്കിൽ ഏർണിങ്സ് എന്ന് പറയുന്നത് അത് 100 രൂപ 40 രൂപയാണ്. 100 രൂപയുടെ ഒരു സെയിൽ നടത്തി ആ സെയിലിന് എനിക്ക് ഇൻട്രസ്റ്റും ടാക്സും ഡിപ്രീസിയേഷനോ അമോർട്ടൈസേഷനോ ഇതൊക്കെ മുമ്പ് എനിക്ക് കിട്ടുന്ന ആ ഒരു പ്രോഫിറ്റ് അല്ലെങ്കിൽ ഏർണിംഗ് എന്ന് പറയുന്നത് 40 രൂപയാണ്. PAT നമുക്ക് കിട്ടിയിരിക്കുന്നത് 29.3 രൂപയാണ്. സോ അത്രയ്ക്ക് ടാക്സ് വന്നു അവിടെ, ടാക്സും ഇൻട്രസ്റ്റും ഡിപ്രീസിയേഷനൊക്കെ അവിടെ വന്നു.
സോ എബിറ്റ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ കമ്പയർ ചെയ്യാം? ഇതുവരെ നിങ്ങൾ കണ്ടത് മനസ്സിലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസിലി പറയാൻ പറ്റും. അതായത് എബിറ്റ നമ്മൾ കഴിഞ്ഞ വർഷവും ഈ വർഷവും നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ, അതായത് കഴിഞ്ഞ വർഷം എൻ്റെ റെസ്റ്റോറൻറ്റ്, ആ ഒരു എക്സാമ്പിൾ നമ്മളെ റെസ്റ്റോറൻറ്റ് 35% എബിറ്റ ഉള്ളത്. എന്നാൽ ഈ വർഷമാകുമ്പോൾ അത് 40%. അത് ഏർണിങ്സ് ബിഫോർ എബിറ്റ എന്ന് പറയുന്നത് ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ്, ടാക്സ്, ഡിപ്രിസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ ആണല്ലോ. സോ അത് നല്ല കാര്യമല്ലേ? അതായത് 35% നിന്നും 40% എത്തി. മറ്റുള്ള കമ്പനീസിൽ നിന്നും ഒന്ന് കമ്പയർ ചെയ്യുക. അതായത് മറ്റുള്ള കമ്പനീസ് ഒരു 30-35 ലെവലുള്ളെങ്കിൽ നമ്മളൊരു 40-45 ലെവലുള്ളെങ്കിൽ നമ്മളെ കമ്പനി, നമ്മൾ നോക്കുന്ന ഇപ്പം അനലൈസ് ചെയ്യുന്ന കമ്പനി നല്ലതാണ്. എത്ര എബിറ്റ കൂടുന്നോ അതിനർത്ഥം നല്ല കമ്പനിയാണ് എന്നാണ്. സോ ഇതിലൂടെ എനിക്കും നിങ്ങൾക്കും ഒരേപോലെ PAT മാർജിനും എബിറ്റ മാർജിനും ഒരേപോലെ മനസ്സിലായി പഠിച്ചെന്ന് വിശ്വസിക്കുന്നു. എബിറ്റ മാർജിനും ഒരുമിച്ച് നമ്മൾ മനസ്സിലാക്കി പഠിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, എന്ന് നമുക്ക് പഠിക്കേണ്ടത് ROEയും ROCയും ആണ്. ROE എന്ന് പറയുന്നത് റിട്ടേൺ ഓൺ ഇക്വിറ്റി ആണ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ആ ഒരു കമ്പനിയുടെ ഓണർ അല്ലെങ്കിൽ ഷെയർ ഹോൾഡർ, ആ ഒരു കമ്പനിയുടെ ഓണർ, ഷെയർ ഹോൾഡർ ആ ഒരു കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അയാൾക്ക് എത്ര റിട്ടേൺസ് കിട്ടുന്നുണ്ട്, എത്ര പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് എന്ന് കാണിക്കുന്നതാണ് ROE എന്ന് പറയുന്നത്. സോ എൻ്റെ കഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ ഇന്നേ രൂപ ഇത്ര കിട്ടുന്നുണ്ടെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ എത്ര രൂപ എനിക്ക് തിരിച്ചു കിട്ടും, എൻ്റെ റിട്ടേൺസ് ആണ് പറയുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ, സോ ROEയുടെ ഫോർമുല എന്ന് പറയുന്നത് PAT ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി. അതായത് എനിക്ക് ഷെയർ ഹോൾഡറായ ഓണറായ എനിക്ക് ഒരു 6 ലക്ഷം ഷെയർ ഹോൾഡറായി എനിക്ക് 6 ലക്ഷം രൂപ ഉണ്ട് എന്ന് വിചാരിക്കുക. ഞാൻ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു വിചാരിക്കുക. സോ ഇക്വിറ്റിയാണ് പറയുന്നത്. സോ ROEയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് PAT പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡഡ് ബൈ ഓണേഴ്സ് ഇക്വിറ്റി അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി ആണ്. അതിനെ 100 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് പെർസെൻറ്റേജ് കിട്ടുന്നു. സോ PAT നമുക്കറിയാം 3,52,500 രൂപ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇക്വിറ്റി ഒരു 6 ലക്ഷം വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന സംഖ്യ എന്ന് പറയുന്നത് 58.75 സോ ഞാൻ 100 രൂപ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, 100 രൂപ എൻ്റെ കമ്പനിക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ എനിക്ക് കിട്ടുന്ന റിട്ടേൺസ് എന്ന് പറയുന്നത് ആഫ്റ്റർ ടാക്സ് എനിക്ക് കിട്ടുന്ന റിട്ടേൺസ് എന്ന് പറയുന്നത് 58.75%. അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ എൻ്റെ പൈസ ഉപയോഗിച്ച് ഷെയർ ഹോൾഡറിൻ്റെ പൈസ ഉപയോഗിച്ചിട്ട് എത്ര പൈസ നമുക്ക് ഇന്നേ പീരീഡിൽ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് ROE പറഞ്ഞു തരുന്നത്. ഇനി നമുക്ക് ROCയിലേക്ക് പോവാം. ROC എന്ന് പറയുന്നത് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ആണ്. അതായത് ഈ ഒരു കമ്പനിയുടെ ക്യാപിറ്റലിൽ നിന്നും കിട്ടുന്ന റിട്ടേൺസ്. ക്യാപിറ്റൽ എക്സാമ്പിളായിട്ട് എൻ്റെ കഫേ എന്ന് പറയുന്നത് ഓക്കെ. സോ ROCയുടെ ഫോർമുലയിലേക്ക് പോകുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി വെക്കണം. സോ അതിൽ ടോട്ടൽ അസറ്റ്സ് എന്ന് പറയുന്നത് ഞാൻ ഓൺ ചെയ്യുന്ന കാര്യങ്ങളും ഞാൻ ഓ ചെയ്യുന്ന കാര്യങ്ങളും ഉണ്ട്. സോ ഞാൻ ഓൺ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾക്കറിയാം, ബാലൻസ് ഷീറ്റിൽ നമ്മൾ പഠിച്ചതാണ് ടോട്ടൽ അസറ്റ്സ് എന്താണെന്നും ടോട്ടൽ അസറ്റ്സ് എന്താണെന്നും നമ്മൾ പഠിച്ചതാണ്. എൻ്റെ കമ്പനിയിലെ മൊത്തം അസറ്റ്സ്, എനിക്കുള്ള മൊത്തം അസറ്റ്സാണ്, കമ്പനിയുടെ മൊത്തം അസറ്റ്സാണ് പറയുന്നത്. സോ ഒരു മൊത്തം അസറ്റ്സ് നോക്കുകയാണെങ്കിൽ ഒരു 10 ലക്ഷം ഉണ്ടെന്ന് വിചാരിക്കുക. ടോട്ടൽ ലയബിലിറ്റീസ്, അതായത് നമ്മൾ പൈസ അങ്ങോട്ട് കൊടുക്കേണ്ടത്, നമ്മൾ ചെയ്യുന്നത് കാര്യങ്ങൾ, അതിൽ ലോൺ ആവാം, നമ്മൾക്ക് പൈസ കൊടുക്കേണ്ട എന്തെങ്കിലും ആവാം, അങ്ങനെ കുറേ കാര്യങ്ങൾ. സോ അതാണ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. സോ ടോട്ടൽ ലയബിലിറ്റീസ് എൻ്റെ കമ്പനിക്കുള്ളതെന്ന് വെച്ചാൽ ഒരു 4 ലക്ഷം എന്ന് വിചാരിക്കുക. സോ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയുന്നത് ഈ ടോട്ടൽ അസറ്റ്സ് മൈനസ് ടോട്ടൽ ലയബിലിറ്റീസ് ആണ്. സോ അവിടെ 6 ലക്ഷം വന്നു. സോ 6 ലക്ഷമാണ് ടോട്ടൽ എംപ്ലോയിഡ് എന്ന് പറയുന്നത്.
ആർ ഒ സിയുടെ ഫോർമുല എന്ന് പറയുന്നത് എബിറ്റ്, ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ടാക്സും ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡുമാണ്. സോ എബിറ്റ് നമുക്കറിയാം. സോ എബിറ്റ് 4,90,000 റുപ്പീസാണെന്ന് നമുക്കറിയാം. സോ അവിടെ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയുന്നത് 6 ലക്ഷമാണെന്ന് നമുക്കറിയാം. സോ ഇത് രണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്യാണ്. അങ്ങനെ ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ലാസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 89.67%. 89.67%. സോ ഇത് നല്ലൊരു സ്ട്രോങ് ഇൻകമാണ്, അല്ലെങ്കിൽ റിട്ടേൺ ആണ്. അതായത് എൻ്റെ കമ്പനിയിലെ ക്യാപിറ്റൽ അതായത് ഫുള്ള് മണി, എൻ്റെ കമ്പനിയിലെ ഫുള്ള് മണി, അത് എൻ്റേതായിക്കോട്ടെ ബോറോഡ് ആയിക്കോട്ടെ, ലോൺ എടുത്താണെങ്കിലും പേയബിൾ ആണെങ്കിലും ഏതെങ്കിലും ആയിക്കോട്ടെ, എൻ്റെ കമ്പനിയിലെ ഫുള്ള് മണി ഒരു ക്യാപിറ്റലിൽ നിന്നും അവർ ഇൻവെസ്റ്റ് ചെയ്ത് ഞാൻ ഉണ്ടാക്കുന്ന പൈസ, അതായത് ഞാൻ 100 രൂപ ആ ഒരു ക്യാപിറ്റലിൽ നിന്നും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് റിട്ടേൺ ആയിട്ട് കിട്ടുന്നത് 81.67 റുപ്പീസാണ്. സോ അത് നല്ലൊരു കാര്യമല്ലേ. ഇതിലൂടെ പറയുന്നത് ആ ഒരു ക്യാപിറ്റലിൻ്റെ റിട്ടേൺ ആണ്. ആ ക്യാപിറ്റൽ നമ്മൾ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്ന റിട്ടേൺസ് ആണ് ഇതിൽ പറയുന്നത്. സോ ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ROCEയും ROEയും തമ്മിലുള്ള വ്യത്യാസമാണ്. അല്ലെങ്കിൽ നമ്മൾ വേഴ്സസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ROEനെക്കാളും കൂടുതൽ ROCE വരണം. അങ്ങനെയാണെങ്കിൽ ആ ഒരു കമ്പനിക്ക് കുറച്ച് ഡെപ്റ്റ് അല്ലെങ്കിൽ കുറച്ച് കടമോ അല്ലെങ്കിൽ ഒരു ഡെപ്റ്റും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാവും. വാറൻ ബഫറ്റ് പറയുന്നത് ഒരു കമ്പനിയുടെ ROCEയും ROEയും 20% വരുന്നതാണ് നല്ലതെന്നും അത് രണ്ടും അടുത്ത് വരുന്നതാണ് നല്ലതെന്നും. അതായത് 20% അപ്പുറം മുകളിലോ അല്ലെങ്കിൽ അതായത് 20% മുകളിൽ വരുന്നതും എബോവ് 20% അവർ രണ്ടാളും അടുത്ത് വേണം നിൽക്കാൻ. അതായത് വിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ രണ്ടും രണ്ട് ബൈക്കാണ് പോകുന്നുണ്ടെങ്കിൽ അത് അത്ര വലിയ നല്ല സൈനല്ല എന്നാണ് അവർ ഉദ്ദേശിച്ചത്. സോ ROEനെക്കാട്ടും ROCE നല്ലതാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു കമ്പനിക്ക് കുറച്ച് കടമോ അല്ലെങ്കിൽ കടം ഇല്ല എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. അപ്പോൾ തിരിച്ചാണെങ്കിൽ എന്ത് ചെയ്യും? അതായത് ROCEനെക്കാളും ROE കൂടുതലാണെങ്കിൽ എന്താണ് അതിനർത്ഥം ബാലൻസ് ഷീറ്റ് ലെവറേജ്ഡ് ആണ് എന്നാണ്. ബാലൻസ് ഷീറ്റ് ചെറിയൊരു വ്യത്യാസം ഉണ്ട് എന്നാണ്. സോ ഈ വ്യത്യാസം നല്ലതാണെന്ന് ചോദിച്ചാൽ ഹൈ ലെവറേജ് നല്ലതാണ്. പക്ഷേ അത് കുറച്ച് കഴിഞ്ഞ് ഹൈ പ്രോഫിറ്റായി മാറുമ്പോൾ മാത്രമേ ഈ ഹൈ ലെവറേജ് നല്ലതാവും. അതായത് പ്രോഫിറ്റ് ഇല്ലാണ്ടാണ് ഹൈ ലെവറേജ് എന്നുണ്ടെങ്കിൽ അതൊരു ബാഡ് കമ്പനിയാണ്. അതിന് കമ്പനിക്ക് അധികം ഗ്രോത്തും ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ കിടക്കുന്നത് ROAയിലാണ്. റിട്ടേൺ ഓൺ ആസറ്റ്സ് ആണ്. ഈ ഒരു കമ്പനിയിലെ ആസറ്റ്സ് ഉപയോഗിച്ച് നമ്മൾ ഏൺ ചെയ്യുന്ന കാര്യം. അതായത് നമ്മളെ അസറ്റ്സ് വെച്ച് നമുക്ക് എത്ര റിട്ടേൺ കിട്ടും, നമ്മൾ എത്ര ഏൺ ചെയ്യുമെന്നാണ് ROA പറയുന്നത്. ROAയുടെ ഫോർമുല എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് അഥവാ PAT, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ആസറ്റ്സ് ഇൻറ്റു 100. അത് ഒരു പെർസെൻറ്റേജിൻ്റെ കാര്യമാണ്, ഇൻറ്റു 100. സോ ഇത് നമ്മുടെ സ്റ്റോറിയിലേക്ക് വരികയാണെങ്കിൽ, നമ്മുടെ എക്സാമ്പിളിലേക്ക് വരികയാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് അഥവാ PAT, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത് 3,52,500 രൂപയാണ്. അതിൽ നമ്മുടെ ടോട്ടൽ അസറ്റ്സ് ആണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. സോ ടോട്ടൽ അസറ്റ്സ് ഒരു 10 ലക്ഷമാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. സോ അത് നമ്മൾ ഡിവൈഡ് ചെയ്ത് ഇൻറ്റു 100 ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്ന നമ്പർ എന്ന് പറയുന്നത് 35.25% ആണ്. സോ ഈ ഒരു 100 രൂപയുടെ വർത്ത് വരുന്ന ആസറ്റ്സ് ഉപയോഗിച്ച് എനിക്ക് ഉണ്ടാക്കാൻ കഴിയുന്നത് 35.25 അല്ല. സോ 100 രൂപയുടെ വർത്ത് ഓഫ് അസറ്റ്സ് ഞാൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഉപയോഗിച്ച് ഏൺ ചെയ്യുന്നത് 35.25 റുപ്പീസാണ്. 35.25 റുപ്പീസാണ്. അതായത് എൻ്റെ കഫേയിലുള്ള സാധനം, അതായത് എക്സ്പ്രസ്സോ മെഷീൻസ് ആവാം, ടേബിൾ ആയിരിക്കാം, ഫ്രിഡ്ജ് ആയിരിക്കാം, എന്തുവേണമെങ്കിലും ആയിരിക്കാം. സോ ആ ഒരു അസറ്റ്സ് ഉപയോഗിച്ചിട്ട് എനിക്ക് ഒരു
ഒരു 100 രൂപയുടെ വർത്ത് വരുന്ന അസറ്റ്സ് ഉപയോഗിച്ചിട്ട് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് 35.25 റുപ്പീസാണ്. സോ ഹൈ ലെവൽ ഈ ഒരു ROI ഹൈ ആണെങ്കിൽ അതിനർത്ഥം നമ്മൾ അസറ്റ്സ് നമ്മൾ മര്യാദയ്ക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ മാനേജ് ചെയ്യുന്നുണ്ട്, നമുക്ക് അസറ്റ്സ് നല്ലോണം മാനേജ് ചെയ്യാനുള്ള കഴിവുണ്ട് എന്നാണ്. സോ ഒരു കമ്പനിയിൽ ROI കൂടുതലാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അവർക്ക് നല്ലോണം അവരുടെ അസറ്റ്സ് ഉപയോഗിച്ച് അവർക്ക് നല്ലോണം ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. ROI 15-നും 25-നും അതിൻ്റെ മുകളിലേക്ക് വരികയാണെങ്കിൽ അതിനർത്ഥം നല്ലൊരു ROI ആണ്, നല്ലൊരു റിട്ടേൺ ഓൺ അസറ്റ്സ് ആണ് എന്നാണ്. പക്ഷേ കുറച്ച് കുറഞ്ഞ് വരികയാണെങ്കിൽ 5 മുതൽ 8% വരികയാണെങ്കിൽ അതിനർത്ഥം കമ്പനി ഗ്രോത്ത് ഇല്ലാണ്ട് അധികം ഗ്രോത്ത് ഒരു അസറ്റ്സിൽ ഉപയോഗിച്ചിട്ട് അവർക്ക് അസറ്റ്സ് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവർ കുറേ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. ഒരു നല്ല കമ്പനിക്ക് സ്ട്രോങ് ROIയും അല്ല, ഒരു നല്ല കമ്പനിക്ക് ഹെൽത്തി ROIയും സ്ട്രോങ് ROEയും ഒരു ഹെൽത്തി കമ്പനിക്ക് ഹെൽത്തി ROIയും സ്ട്രോങ് ROEയും കൺട്രോൾഡ് ഡെപ്സ് ആയിരിക്കും ഉണ്ടാവുക. അതായത് ഹെൽത്തി ആയിട്ടുള്ള റിട്ടേൺ ഓൺ ആസറ്റ്സും സ്ട്രോങ് ആയിട്ടുള്ള റിട്ടേൺ ഓൺ ഇക്വിറ്റിയും കൺട്രോൾഡ് ഡെപ്സ് നല്ലോണം കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നതാണ് ഒരു ഗുഡ് കമ്പനിയുടെ എന്നതാണ് ഒരു ഗുഡ് കമ്പനി ചെയ്യുക, എന്നതാണ് ഒരു ഗുഡ് കമ്പനി നമ്മൾ എടുത്തൊക്കെ കാണുക. ഓക്കെ, സോ നിങ്ങൾക്ക് ഇതുവരെ ഇതുവരെ എനിക്കും നിങ്ങൾക്കും എല്ലാം മനസ്സിലായി പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഒന്നും കൂടി ഒന്ന് റീവൈൻഡ് ആണ്. നമ്മൾ ആദ്യം പഠിച്ചത് ഫിനാൻഷ്യൽ റേഷ്യോസ് എന്താണെന്നും അതിൽ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ എന്താണെന്നും അതിനുള്ളിലെ സെഗ്മെൻറ്റ്സ് എന്താണെന്നും PAT മാർജിൻ, EBITDA മാർജിൻ, പിന്നെ നമ്മളിപ്പോൾ പഠിച്ച ROE, ROCE, ROA. ഓക്കെ, സോ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഇന്നത്തെ വീഡിയോ ആയിട്ട് നിർത്തുന്നു. ആക്ച്വലി പറഞ്ഞാൽ ഇന്നലെ ഞാൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു, പക്ഷേങ്കിൽ ചെയ്തത് ഓർഡർ ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിപ്പോയിരുന്നു. സോ ഈ ഒരു വീഡിയോ ചെയ്തതിന് ശേഷം രാത്രി ഞാൻ ഇത് എഡിറ്റ് ചെയ്യും. പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ഞാൻ ഇടും, പറ്റില്ലെങ്കിൽ 1-2 ദിവസത്തിന് ഉള്ളിൽ തന്നെ ഞാൻ ഈ വീഡിയോ ഇറക്കാൻ ശ്രമിക്കുക. സോ ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുന്നത് 16/10/2025 ഇന്ന് തേഴ്സ്ഡേ ആണ്, ഇനി വ്യാഴാഴ്ചയാണ്. നല്ലൊരു ദിവസമാണോ എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ലാത്തൊരു ദിവസമാണ് എനിക്ക് തോന്നുന്നത്. സോ ഇന്നത്തെ കാര്യങ്ങളെ പറ്റി ചോദിക്കുമ്പോൾ അധികമൊന്നും പറയാനില്ല. പ്രത്യേകിച്ച് ഞാൻ ഓർക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ബഷീർ സാർ മുഖമാണ്. എൻ്റെ മാത്സ് പഠിപ്പിക്കുന്ന ബഷീർ സാർ മുഖമാണ്. ഇന്നലെ കുറച്ച് നാളായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന മിസ്സുണ്ടായിരുന്നു. മിസ്സ് പോയി, ബഷീർ സാർ വന്നു. ബഷീർ സാർ ഹിജറക്ക് പോയ സമയത്ത്, ഉംറക്കോ ഹിജറക്കോന്ന് അറിയില്ല, അവിടെ പോയ സമയത്ത് മിസ്സായിരുന്നു ഇതിൻ്റെ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത്. പെട്ടെന്ന് മിസ്സിനെ മിസ് ചെയ്ത പോലെ തോന്നി. അതിൻ്റേതായ ഒരു ഇതുണ്ട്. ബഷീർ സാർ വന്നതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഹാപ്പിയാണ്. പക്ഷേ മിസ്സിനെ നല്ലോണം മിസ് ചെയ്യുന്നുണ്ട്. അത്ര എനിക്ക് പറയാനുള്ളൂ. വേറെ ഇന്ന് കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഇന്ന് ഷാരിഖ് ഷംസുദ്ദീൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനത്തെ വീഡിയോ ചെയ്യാൻ കാരണം എന്ന് പറയാൻ തന്നെ എനിക്ക് മനസ്സിലാത്ത പല കാര്യങ്ങളും ഇതിലുണ്ട്. സോ ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ ഞാനാദ്യം ഇതിനെക്കുറിച്ച് റീസർച്ച് ചെയ്യണം. എന്നിട്ട് ഞാനാദ്യം മനസ്സിലാക്കിയിട്ട് എനിക്ക് മനസ്സിലായ കാര്യമില്ല നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും. സോ ഈ ഒരു ഐഡിയ വർക്കാകുന്നുണ്ടോ ചോദിച്ചാൽ വർക്കാകുന്നുണ്ട്, നല്ല രീതിക്ക് തന്നെ വർക്കാകുന്നുണ്ട്. സോ ഈ ഒരു വീഡിയോയിലൂടെ എനിക്കും നിങ്ങൾക്കും കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്കും ഒരുമിച്ച് എല്ലാം മനസ്സിലാക്കി പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് അല്ല നോക്കുന്നത്, ട്രേഡിങ്ങിലാണ്, ഇൻട്രാഡേ ട്രേഡിങ്ങും അങ്ങനത്തെയാണ് നോക്കുന്നത്. പക്ഷേങ്കിൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് അറിഞ്ഞ് വെച്ചിരിക്കുന്നത് നല്ലതാണല്ലോ. സോ ലോങ് ടേം ആയിട്ട് ഫ്യൂച്ചറിൽ നമുക്ക് പ്രോഫിറ്റ് നേടാം എന്ന് ഞാൻ റിയലൈസ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ടാണ്. ഓക്കെ, എന്നാൽ ശരി, അത്രയേ ഉള്ളൂ. വേറെ കാര്യമായിട്ടൊന്നുമില്ല. മുടിയൊക്കെ ഒന്ന് മുറിക്കാനുണ്ട്. മുടിയൊന്നും ഇപ്പോൾ ഔട്ട് ഓഫ് കൺട്രോളാണ്. ഇതെങ്ങനെ വാരിയാലും പിച്ചക്കാരൻ്റെ കോലത്തിലുണ്ടാവും, കുളമായ കോലത്തിലുണ്ടാകാൻ.
പുതിയൊരു ചലഞ്ച് വന്നിട്ടുണ്ട് കേസ് ചങ്ങാൻ്റെ അടുത്തുനിന്ന്. എന്തായാലും എനിക്ക് 2 ആഴ്ച സമയമുണ്ട്. 13 ദിവസവും 24 എന്താ പറയുക ശതമാനം 13 ദിവസം 24%. ഒന്നും വിചാരിക്കണ്ട, പേഴ്സൻറ്റേജ് തലക്ക് പിടിച്ചൊന്നും വിചാരിക്കണ്ട. ജസ്റ്റ് ഒരു ഫണ്ടിനായിട്ട് പറഞ്ഞത് മാത്രം. ഒരു 14 ദിവസമുണ്ട് ആ ഒരു ചലഞ്ച് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഞാൻ ആ ചലഞ്ച് കംപ്ലീറ്റ് ആക്കുന്നു. എന്തായാലും ആ ഒരു ചലഞ്ചിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ചലഞ്ചിന് നല്ലോണം മനക്കരുത്തും അതേപോലെ കോൺഫിഡൻസും വേണം. എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ നോക്കുന്നുണ്ടത്. പക്ഷേങ്കിൽ അതിലോട്ട് മാത്രം ഇപ്പോൾ ഫോക്കസ് പോകരുത് എന്ന് ഞാനും വിശ്വസിക്കുന്നുണ്ട്. പല കാര്യത്തിൽ ഇപ്പോൾ എൻ്റെ ഫോക്കസ് മാറുന്നുണ്ട്. പക്ഷേങ്കിൽ എന്തായാലും ഫ്യൂച്ചറിൽ ഞാൻ വിജയിക്കുക തന്നെ ചെയ്യും. ഫ്യൂച്ചറിൽ ഞാൻ ഒരു നല്ലൊരു ട്രേഡർ ആവും, ഞാൻ നല്ലൊരു ഇൻവെസ്റ്റർ ആവും എന്ന് ഞാൻ ഉറപ്പിച്ച് വിശ്വസിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളാണെങ്കിലും നിങ്ങൾക്ക് ഞാൻ 100% ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളും ഇതിൽ വിജയിക്കും. നിങ്ങൾ ഏത് കാര്യത്തിലാണ് നിങ്ങൾ ഉറപ്പിച്ച് വിശ്വാസം പറയുകയാണെങ്കിൽ നിങ്ങളത് ജയിക്കുക തന്നെ ചെയ്യും. കാരണം ഈ ലോകത്ത് ഏറ്റവും വലിയ പവർഫുള്ളായിട്ടുള്ള സാധനം അല്ലെങ്കിൽ തിങ്ങെന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമൻ മൈൻഡാണ്. സോ നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത് അത് നടക്കുക തന്നെ ചെയ്യും. നിങ്ങൾ ഒരു സിറ്റുവേഷനെ പേടിക്കുകയാണെങ്കിൽ അത് നടക്കാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. ഇത് ആരുടെ ലോ ആയിരുന്നു എന്നോട് മറന്നുപോയി. എന്തായാലും അതിന് റീസർച്ച് ചെയ്തിട്ട് ഇവിടെ എങ്ങാണ്ടും കൊടുക്കാം, പ്രശ്നമില്ല. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, നിർത്തുന്നു. അത് ഞാൻ മുഹമ്മദ് SM സൈനിങ് ഔട്ട്.